ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയ കേരള കോൺഗ്രസ് എമ്മിന്റെ അടിത്തറ ഇളകുമെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. പറയുന്നു. യുഡിഎഫിലുള്ള കേരള കോൺഗ്രസ് വൈകാതെ ഇല്ലാതാകും എന്നുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രസ്താവന ഒരിക്കലും നടക്കാത്ത സ്വപ്നം മാത്രമാണെന്നും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിന്റെ പേരിൽ കാഞ്ഞങ്ങാട് പുറപ്പെടുവിച്ച പ്രസ്താവനയിലേക്ക് മറുപടിയായാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. ഇക്കാര്യം വിശദമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂൺ 4-ന് പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തേക്ക് കാലുമാറിപ്പോയ ജോസ് കെ മാണി വിഭാഗത്തിന്റെ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. മുന്നറിയിപ്പ് നൽകി. കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം പരാജയപ്പെടുന്നതോടുകൂടി ആ പാർട്ടിയുടെ അടിത്തറ ഇളകുമെന്ന് എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതിന് ശേഷം മധ്യ തിരുവിതാംകൂറിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായുള്ള കേരള കോൺഗ്രസ് എം വിഭാഗത്തിന്റെ പ്രസ്താവനയെയും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല. മധ്യ തിരുവിതാംകൂറിൽ യുഡിഎഫിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളമെമ്പാടും കേരള കോൺഗ്രസ് അണികളുടെയും കർഷക ജനതയുടെയും കരുത്തുറ്റ പിന്തുണ തെളിയിക്കുന്ന മുന്നേറ്റമാണ് ഭാവി രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നതെന്നും അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ യുഡിഎഫിൽ അടിയുറച്ച നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയിലെ മുതിർന്ന നേതാവ് പി.ജെ. ജോസഫ് എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം യഥാർത്ഥ കേരള കോൺഗ്രസ് ആയി മാറുമെന്നും എം.എൽ.എ. ചൂണ്ടിക്കാട്ടി.